1201 മീനമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. കർക്കിടകക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയ നക്ഷത്രവും ആയില്യ നക്ഷത്രവും കൂടി ചേർന്നതാണ് കർക്കിടകക്കൂർ എന്ന് പറയുന്നത്. അതായത് ഇതുവരെ വളരെയധികം മന്ദിച്ചു കിടന്നിരുന്ന ഭൂമി വ്യാപാരം, അതായത് റിയൽ എസ്റ്റേറ്റ് ക്രമേണ ഉയരുവാൻ പോവുകയാണ്. അതിന് ഒരു ഉണർവൊക്കെ ഇപ്പം വന്നിരിക്കുന്നു. ഇനി വ്യാപാരങ്ങളൊക്കെ നടക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫൈനാൻസ് ബിസിനസ്സൊക്കെ നടത്തുന്ന ആൾക്കാർക്ക്, ബാങ്കർ, അങ്ങനെ അവർക്കൊക്കെ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. അതുപോലെ അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഓരോ അടുത്ത് വേണമെങ്കിലും ബ്രാഞ്ച് അവർക്ക് തുടങ്ങാൻ സാധിക്കും. അത്ര ഗുണമുള്ളൊരു മാസമാണിത്. ഔഷധ നിർമ്മാണം നടത്തുന്നവർക്കും അത് വിതരണം നടത്തുന്നവർക്കും ഏറ്റവും നല്ല ഒരു സമയവും കൂടിയാണ്. വളരെ ലാഭം കിട്ടും. അതുപോലെ ഇരുമ്പുരുക്ക് വ്യവസായികൾക്കും വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. അവർക്കും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് വളർന്നു കഴിഞ്ഞാൽ വീട് പണിയൊക്കെ ധാരാളം നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുമാണ് ഇരുമ്പുരുക്ക് വ്യവസായം നല്ല രീതിയിൽ നടക്കുവാൻ പോകുന്നത്. അതുപോലെ സ്വർണം, ലോഹം മുതലായ ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർക്കും അത് വ്യാപാരികൾക്കും നല്ല ഒരു ലാഭം പ്രതീക്ഷിക്കാം. ഈ 12 രാശിയിലുള്ളവർക്കും ഈ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മീനമാസത്തിൽ. അതുപോലെ ഈ പറഞ്ഞ തൊഴിലുകൾ, മേൽപ്പറഞ്ഞ തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് അത് കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല ലാഭം കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഇനി സാധിക്കും. പക്ഷേ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ ജാതകത്തിൽ ജനിക്കുമ്പം തന്നെ കുറേ യോഗങ്ങളൊക്കെ ഉണ്ടാവും. ജനിക്കുന്ന സമയത്ത് ആദിയോഗം, നീചഭംഗ രാജയോഗം, അതുപോലെ തന്നെ പഞ്ചപുരുഷ മഹായോഗം, മഹാപരിവർത്തന യോഗം, ഭരണസാരഥ്യ യോഗം, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ഷനിൽ നിന്നാൽ ജയിക്കുകയും ഭരണപരമായിട്ടുള്ള ചുമതല ഏൽക്കാൻ ഉള്ളൊരു ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അതുപോലെ ശനീശ്വരൻ തുലാം, കുംഭം, മീനം എന്നീ രാശികളിൽ നിന്നാലും ഇലക്ഷനിൽ വിജയം ഉറപ്പാണ്. അതുപോലെ ഗുരു ധനുരാശിയിലോ ഗുരുവും ശനീശ്വരനും കൂടി നിന്നാലോ, രാഹു 9ാം ഭാവത്തിൽ നിന്നാലോ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൂര്യൻ 3, 11, ചന്ദ്രൻ 11, രാഹു 9 എന്നീ ഭാവങ്ങളിൽ ഗുണമുള്ള രാശികളിലാണെങ്കിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും. 1ാം ഭാവാധിപൻ 4ൽ നിന്നാലോ, 9ാം ഭാവാധിപൻ 4ൽ നിന്നാലോ, 9ാം ഭാവാധിപൻ 10ൽ നിന്നാലോ, 11ാം ഭാവാധിപൻ 5ൽ നിന്നാലോ ഗുണമുള്ള രാശികളിലാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം വരെ ലഭിച്ചേക്കാം. പഞ്ചപുരുഷ മഹായോഗം ഉണ്ടായാൽ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയായോ കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിയായോ അവർക്ക് ഭാഗ്യം ലഭിക്കുന്നതാണ്. അതേപോലെ ഇനി തൊഴിൽ ആയിട്ട്, അതായത് ഇപ്പം ഓരോ ജാതകത്തിലും ഓരോ വ്യക്തിക്കും ആ ജാതകത്തിൽ പ്രത്യേകം തൊഴിലുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന തൊഴിൽ ചെയ്യണം, ഇന്ന കൈത്തൊഴിൽ ചെയ്യണം, ഇന്ന വിദ്യാഭ്യാസം നേടണമെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് ജാതകം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കുട്ടിയുടെ അച്ഛനമ്മമാർ ഒരു ജാതകം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ ജാതകത്തിൽ എന്താണ് തൊഴിലെന്നും എന്താണ് വിദ്യാഭ്യാസമെന്നും എന്താണ് കൈത്തൊഴിലെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. അതും കൂടി കണക്കിലെടുക്കുക. കൂടാതെ തന്നെ കുട്ടിയുടെ എന്താണോ കുട്ടിക്ക് ആകാനായിട്ട് ഇഷ്ടം, അത് ആശ എന്താണോ അതും കൂടി എടുക്കുക. അപ്പം ഒരിക്കലും മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു കോഴ്സും കുട്ടിയെ പഠിപ്പിക്കാതിരിക്കുക. കുട്ടിയുടെ ആശ എന്താണോ അതിന് മുൻതൂക്കം കൊടുക്കുക. അവൻ്റെ ഭാവി വളരെ നല്ല ഗുണമുള്ളതായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പല രീതിയിലും ധനലാഭം ഉണ്ടാകാം. അതുപോലെ ധർമ്മകാര്യസിദ്ധിയും ഉണ്ടാകാം. പുണ്യകർമ്മങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു മാസവും കൂടിയാണ് ഈ മീനമാസം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കാനും വിവാഹമോ വിവാഹ നിശ്ചയമോ നടത്തുവാൻ സാധിക്കും. ഏതിനും ഉള്ള തടസ്സങ്ങൾ മാറിക്കിട്ടെ. ഇതൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പല രീതിയിലും തടസ്സങ്ങളുണ്ടാകും. അതൊക്കെ മാറിക്കിട്ടും ഒരു പരിധിവരെ. ധനപരമായിട്ടും വളരെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു മാസമാണിത്. ശത്രുനാശം ഉണ്ടാകും. അതായത് ശത്രുക്കൾ ശല്യം ചെയ്യുന്നത് കുറയ്ക്കാം. ഏതു കാര്യങ്ങളും വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും. അതുപോലെ വസ്ത്രങ്ങൾ, വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കാം. മനസ്സന്തോഷം ലഭിക്കും. പുത്രഭാഗ്യം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിലായിരുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അധികാരികളിൽ നിന്ന്, അതായത് സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ശകാരമോ അല്ലെങ്കിൽ സമൻസ് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അറസ്റ്റ് വാറണ്ട്, ജപ്തി മുതലായവ നേരിടേണ്ടി വരാനായിട്ടുള്ളൊരു ഇതുകൂടി കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം. അതുപോലെ ബന്ധുക്കളെ വൈരാഗ്യം ഉണ്ടാകാതിരിക്കുക. സുഹൃത്തുക്കളുടെയും വൈരാഗ്യം ഉണ്ടാക്കാതിരിക്കുക. പിതൃതർപ്പണം, പിതൃക്കൾക്കുള്ള ശ്രാദ്ധ പൂജകൾ, തർപ്പണങ്ങളെല്ലാം കൃത്യമായി ചെയ്യുക. തടസ്സം വരരുത്. മറ്റുള്ള ജനങ്ങളുമായി വാക്ക് തർക്കത്തിന് ഒന്നും പോകരുത്. അത് അടിപിടിയിലും വഴക്കിലൊക്കെ കലാശിക്കും.
അതുപോലെ വിദ്യാർത്ഥികൾ വിദ്യാ തടസ്സം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി ഈ കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം പുണർദം നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യവും സമ്പത്തും ലഭ്യമാകാം. 9 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ചിലർക്ക്, എല്ലാ പുണർദം നക്ഷത്രക്കാർക്കും അല്ല, കുടുംബത്തിൽ ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥ വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതായത് അവർക്ക് വിദ്യാഭ്യാസം തടസ്സം വരാം, അല്ലെങ്കിൽ പോലീസ് കേസ്, കോടതി നടപടിയൊക്കെ വരണതിനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ പ്രായത്തിൽ കുട്ടികൾ ആരോട് കൂട്ടുകെട്ടുന്നു, എന്ത് ചെയ്യുന്നു എന്ന് കർശനമായി ഒന്ന് നിരീക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ വിദ്യാ തടസ്സവും വരും. അവർക്ക് വളരെയധികം മോശപ്പെട്ട രീതിയിൽ ജീവിതമായി പോകും. അതുപോലെ ഈ സമയത്ത് ഒരു തൊഴിൽ ലഭിച്ചാൽ അത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വേറൊരു നല്ല തൊഴിൽ കിട്ടുന്നേരം ഈ തൊഴിൽ കണ്ടിന്യൂ ചെയ്യുക. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള ഒരു നല്ലൊരു സമയമാണ്. അവർക്ക് ധനസമൃദ്ധി ഉണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാൻ സാധിക്കും. ചില രോഗങ്ങൾ വരുമെന്നത് ഒഴിച്ചാൽ അതൊന്നും വലിയ ഒരു ഇതായിട്ട് വരുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ഒരു നഷ്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, പാഴ്ചെലവുകളൊക്കെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര നാൾ അനുഭവിച്ച ദുഃഖങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ലഭിക്കുന്നു. നേരത്തെ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് ചെലവുകളെല്ലാം നിയന്ത്രിച്ച ആൾക്കാർക്ക് ഇപ്പോഴവർക്ക് വളരെയധികം സമ്പത്ത് ലഭിക്കുന്നു. ഒരു മനസ്സിന് സന്തോഷം ലഭിക്കുന്നു. വാഹനം, പുതിയ വാഹനവും വീട് ഇതൊക്കെ വാങ്ങുന്നതിന് അവർക്ക് സാധിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങൾ വരുന്നതിനും ധനനാശം വരുന്നതിനും ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ തന്നെയും അവർക്ക് ധനം കിട്ടും, ലഭിച്ചുകൊണ്ടേ ഇരിക്കും. അതിനൊരു കുറവ് വരുന്നില്ല. പക്ഷേ വീഴാതെ ശ്രദ്ധിക്കുക. വീണ് കഴിഞ്ഞാൽ എല്ലുകളൊക്കെ ഒടിയുന്നതിനുള്ളൊരു സാധ്യതയാണ് ജാതകത്തിൽ കാണുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരുടെയാണ്. 13 വയസ്സ് വരെയുള്ള പൂയം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില രോഗങ്ങൾ അവർക്ക് വരാം. അതുപോലെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അതുപോലെ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാം ഈ പ്രായത്തിൽ. അതുപോലെ തന്നെ തെറ്റായ ചില പ്രവൃത്തികളിൽ അറിയാണ്ടവർ അകപ്പെട്ട് പോകാം. അതൊക്കെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രനാൾ അനുഭവിച്ച കുറച്ച് കഷ്ടതകൾക്കൊക്കെ പരിഹാരമായി അവർക്ക് വളരെയധികം ഒരു നല്ല ഭാവി ലഭിക്കുന്നു, ഒരു നല്ല സംരക്ഷണം ലഭിക്കുന്നു. അതുപോലെ തന്നെ ബുദ്ധിപരമായി കാര്യങ്ങൾ നീങ്ങുന്നതിന് അവർക്കൊരു കഴിവ് ലഭിക്കുന്നു. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇതിൽ ചില പൂയ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതിനാൽ ആ രീതിയിലുള്ള ഒരു നല്ല തൊഴിലും അവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത, ഉയർന്ന ഒരു തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഉള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ വരുന്നതിനൊരു സാധ്യതയുണ്ട്. ജോലി സംബന്ധിച്ച് വളരെ വിദൂരത്തിൽ അകന്ന് രണ്ടുപേരും താമസിക്കാനോ അല്ലെങ്കിൽ പരസ്പരം താമസിക്കാനോ അല്ലെങ്കിൽ വഴക്കുണ്ടായി പിരിഞ്ഞു പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് ധനനാശം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാൻ സാധിക്കും. സമ്പത്തും ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാകും. അതുപോലെ ദേശം, പഞ്ചായത്ത്, താലൂക്ക് എന്നീ ഇവിടെയുള്ള അടിസ്ഥാനങ്ങൾ അവർക്കൊരു ഭരണസാരഥിയാകാനും അവർക്ക് സാധിക്കും. ശ്രമിച്ചു കഴിഞ്ഞാൽ ജില്ലയിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തിലോ ഒക്കെ അതിൻ്റെ ഒരു നേതാവാകാൻ അവർക്ക് സാധിക്കും. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ഉള്ളവർക്ക് പല വിധത്തിലുള്ള മനപ്രയാസങ്ങൾ വരാനൊരു സാധ്യതയുണ്ട്. ചില രോഗങ്ങൾ അവരെ അലട്ടിയേക്കാം. അന്യദേശവാസം കാണുന്നു. അതുപോലെ തന്നെ അസൂയാലുക്കുള്ള ആൾക്കാർ ചില കള്ളക്കേസുകളൊക്കെ കൊടുക്കുന്നതിനാൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാമാണെങ്കിലും സർക്കാരിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ധനം ലഭിക്കുന്നതിന് യാതൊരുവിധ കുറവും കാണുന്നില്ല. 53 വയസ്സ് മുതൽ 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നു. നിക്ഷേപ പദ്ധതികളെല്ലാം അത് കാലാവധി പൂർത്തിയായിട്ട് നല്ലൊരു തുക അവർക്ക് ലഭിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ ധാരാളം ഭൂമിയോ വാഹനമോ അല്ലെങ്കിൽ മറ്റു വസ്തുവകകളോ അവർക്ക് വാങ്ങുവാനായിട്ടും അവർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. 73 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ധാരാളം ധനം അവർക്ക് ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ധനം ചെലവ് വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. രക്തത്തിൽ ചില ദോഷങ്ങൾ, അണുബാധ മൂലമോ അല്ലെങ്കിൽ മറ്റുള്ള
അതിൻ്റെ കുറവുകൾ കൂടുതൽ മൂലമോ ചില അസുഖങ്ങൾ വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത ആയില്യം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള ആയില്യം നക്ഷത്രക്കാർക്ക് ബന്ധുമിത്രാദികളെല്ലാം കൂടി ഒത്തുചേരുന്നതിനും വേണ്ടുന്ന രീതിയിൽ അവർക്ക് സംരക്ഷണം നൽകുന്നതിനും അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിനായിരുന്നാലും മറ്റുള്ള കാര്യത്തിനായിരുന്നാലും അങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിനും ഉള്ള ഒരു ഇത് കാണുന്നുണ്ട്. അതുപോലെ 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും കുറച്ച് വിഷമങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. എല്ലാ ആയില്യത്തിനല്ല, ചില ആയില്യ നക്ഷത്രക്കാർക്കാണ്. അവർക്ക് പല പ്രകാരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകാം. എങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചേക്കാം. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും വിചാരിച്ചതുപോലെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. വിദ്യാഭ്യാസവും തൊഴിലും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഉയർന്ന പദവിയിലുള്ള ജോലിയും എല്ലാം അവർക്ക് ലഭിക്കാം. എങ്കിലും അവരെ വേണ്ടപ്പെട്ടവരുടെ മരണം അവർക്ക് ദുഃഖമുണ്ടാക്കുന്നുണ്ട്. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ചില ദുഃഖങ്ങളും മാനസിക പ്രയാസങ്ങളും ശാരീരികമായുള്ള പീഡനങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. വിദേശ നാട്ടിൽ വസിക്കുന്നതിനും അവിടെ താമസിക്കുന്നതിനും സാധിക്കും. രോഗം, ദുരിതം എന്നിവ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലരും വിരിച്ച ചതിക്കുഴികളിലൊക്കെ വീണ് വഞ്ചിക്കപ്പെടുന്നതിനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം അവർക്ക് ലഭിക്കുന്നു. അത് നേരത്തെ കുറച്ച് കഴിഞ്ഞ ഇതിൽ കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവർക്ക് മാറിക്കിട്ടി. അവർക്ക് ഈ കാലയളവിൽ വളരെയധികം നല്ല ഫലങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ആഡംബരമായ ഒരു ജീവിതം തുടരുന്നതിനും നല്ലൊരു പദവി ലഭിക്കുന്നതിനും അതുപോലെ ഭൂസ്വത്ത്, വീട് എന്നിവയൊക്കെ ഉണ്ടാകുന്നതിനൊരു ഭാഗ്യവും കൂടിയുണ്ട്. ചില രോഗങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കാം. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ചില അവയവങ്ങൾക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. സർക്കാരിൽ നിന്നും ഭയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടീസുകൾ ലഭ്യമാണ്. ചിലപ്പം ഇൻകം ടാക്സ് സംബന്ധിച്ചോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ടാക്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അത് അശ്രദ്ധ കാണിച്ചാൽ കോടതി നടപടികളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ അതിന് മുകളിലോട്ടുള്ളവർക്ക് അവർ മുൻകാലങ്ങളിൽ ചിലപ്പം ഈ പറയും പോലെ വല്ല നോട്ടീസ് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നല്ല നടപടി സ്വീകരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമോശമായിപ്പോവും. അതുപോലെ തന്നെ പല അറിവില്ലായ്മയ്ക്കും ഒക്കെ അവർക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു സാഹചര്യം വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ സകലതിനോടും വെറുപ്പം വന്നേക്കാം. മരണതുല്യമായ ചില ആപത്തുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മീനമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.